ഹലോ, എല്ലാം നമസ്കാരം. എനിക്ക് ഭയങ്കര ഹൈപ്പുള്ളൊരു സിനിമയായിരുന്നു ദേവര. പക്ഷെ റിവ്യൂ വന്ന സമയത്ത് പല യൂട്യൂബേഴ്സും പറഞ്ഞ ദേവരാഗം എന്നൊക്കെയാണ്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ആ പടം കാണാനുള്ള മൂടങ്ങ് പോയി. പിന്നെ നമ്മുടെ NTR ചാട്ടം കൂടെ കണ്ടപ്പോഴത്തേക്ക് വന്ന ഹൈപ്പ് തിരിച്ചു കയറിപ്പോയി. പിന്നെ ഏത് പടം കാണുന്ന ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്തായിരുന്നു മേഴകൻ എന്ന് പറയുന്നൊരു പടത്തിന് പല യൂട്യൂബേഴ്സും ഭയങ്കര പോസിറ്റീവ് പറയുന്നത് കേട്ട്. ഇപ്പോൾ കമൻറ്റൊക്കെ നോക്കിയ സമയത്ത് ഭയങ്കര പൊക്കിയിടി. അപ്പോൾ അങ്ങനെ ഇന്നലെ ഞാൻ പടം പോയി കണ്ടു. എനിക്ക് പടം ഭയങ്കരമായിട്ട് വർക്കായി. അതായത് ഏകദേശം ഒരു 2 വർഷം മുന്നെയാണ് ധനുഷിന്റെ തിരുച്ചിത്രാമൻ എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ കാണുന്നത്. മറ്റേ തൈക്കളവി പടമുള്ള സിനിമയല്ലേ. അപ്പോൾ ആ ഒരു സിനിമ കണ്ടതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് എനിക്ക് ആ ഒരു ലെവലിൽ ഫീൽ ഗുഡ് പടം എനിക്ക് വർക്കാവുന്നത്. ഭയങ്കര നല്ലൊരു ഫീൽ എനിക്ക് പടം കാണാൻ പറ്റി. ഏറ്റവും എനിക്ക് ഈ പടത്തിൽ പോസിറ്റീവ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പടത്തിൽ ലാഗ് ഫീൽ ചെയ്തില്ല. ഇന്റർവെൽ ഇല്ലാതെ കണ്ടിട്ട് പോലും എനിക്ക് പടത്തിൽ ലാഗ് ഫീൽ ചെയ്തില്ല. ശരിയാണ്, ഞാൻ ഇന്റർവെൽ ഇല്ലാതാണ് ഈ പടം കണ്ടത്. ചെങ്ങന്നൂർ സീസൺ വാസ് എന്ന് പറഞ്ഞൊരു തിയേറ്ററിലാണ് ഞാൻ ഇന്നലെ പടം പോയി കണ്ടത്. പടം തുടങ്ങി ഏകദേശം ഒരു 1 മണിക്കൂർ 1.25 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് പടത്തിന്റെ ടൈറ്റിൽ കാണിച്ചു. അപ്പോൾ ടൈറ്റിൽ കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ കിട്ടും. ഞാൻ വിചാരിച്ചു ഇന്റർവെല്ലായി. കൂടെയുള്ള ആൾക്കാരൊക്കെ പോപ്കോണൊക്കെ മേടിക്കാനായിട്ട് വെളിയിലോട്ടങ്ങ് ഇറങ്ങിപ്പോയതും വാതിക്കലെത്തിയപ്പോഴത്തേക്ക് പിന്നെയും പടം തുടങ്ങി. പിന്നെ ഒരു 2-3 മിനിറ്റ് അവർ ലൈറ്റ് ഇട്ടോട് പടം കളിച്ചു. എന്ത് പറ്റി ഇങ്ങനെ? പിന്നെ റിവ്യൂ ഒക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വായിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലായത് പടത്തിന്റെ സെക്കൻഡ് ഹാഫ് ചെറിയ ലാഗ് ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഓഡിയൻസിന്റെ ഫസ്റ്റ് ഹാഫ് ഏതാ സെക്കൻഡ് ഹാഫ് ഏതാ മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇന്റർവെല്ലിൽ കട്ട് ചെയ്തതെന്നാണ് എനിക്ക് പിന്നെ മനസ്സിലായത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, അങ്ങനെ വരാൻ വഴിയുള്ളൂ. ഇന്റർവെൽ ഇല്ലാതെ കണ്ടിട്ട് പോലും എനിക്ക് ആ ഒരു ചടപ്പ് ഫീൽ ചെയ്തില്ല. ഈ പടത്തിന്റെ ഡയറക്ടർ സി പ്രേംകുമാറാണ്. സി പ്രേംകുമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പേര് കേൾക്കുമ്പോൾ അറിയാൻ വഴിയില്ല. പക്ഷേ 96 ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം വരും. അതായത് 96 പോലത്തെ ഒരു പടത്തിന്റെ ഡയറക്ടറിന്റെ അടുത്ത സിനിമ നേട്ടപ്പോഴത്തേക്കാണ് എനിക്ക് ഈ പടം കാണാൻ ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് കൂടിയതും ഇന്നലെ ഞാൻ ഈ പടം പോയി കാണുന്നത്. ഈ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ ഗോവിന്ദ് വസന്തയാണ്. അപ്പോൾ 96 മ്യൂസിക് ചെയ്തിരിക്കുന്ന പുള്ളി തന്നെയാണ്. BGM ഒക്കെ ഭയങ്കര ഫ്ലോയിൽ പോകുന്നുണ്ടായിരുന്നു, പാട്ടും ഓക്കെ ആയിരുന്നു. പിന്നെ ഈ പടത്തിൽ പറയുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമോഷൻസ് ക്യാരി ചെയ്യുന്നൊരു രീതിയാണ്. അതായത് അരവിന്ദ് സ്വാമിക്കും കാർത്തിക്കും ഒക്കെ ഉള്ള ഇമോഷൻസ് നമുക്ക് ഇവിടെ കിട്ടും. അതായത് എന്താ പറയുക, പടത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് കാർത്തിയുടെയാണ്. എനിക്ക് ആ ഒരു ഷോട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഈ മനസ്സ് നിറഞ്ഞെന്നൊക്കെ പറയില്ലേ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. അപ്പം AR കണ്ട സമയത്ത് ഞാൻ പറയുന്ന ഒരു മെയിൻ നെഗറ്റീവ് ആയിരുന്നു. എനിക്കതിൽ രോമാഞ്ചമൊന്നും ഫീൽ ചെയ്തില്ല. പടം കണ്ടിരിക്കാൻ ഭയങ്കര അടിപൊളിയാണ്, പക്ഷെ രോമാഞ്ചമൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ ഈ പടത്തിൽ രോമാഞ്ചം കിട്ടേണ്ട സമയത്ത് കറക്റ്റ് ആയിട്ട് കിട്ടും. അതായത് ജല്ലിക്കെട്ടൊക്കെ കാണിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതിൽ കാളയുടെ ഒക്കെ ഒരു ഇൻട്രോ ഉണ്ട്. അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ നെഗറ്റീവ് ഒന്നും ഫീൽ ചെയ്തില്ല. കാരണം ഭയങ്കര ഒഴുക്കിൽ പോകുന്നൊരു സിനിമയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ലയിച്ചിരുന്ന് കാണുന്ന സമയത്ത് എനിക്ക് ആ ഒരു നെഗറ്റീവ് ഒന്നും കണ്ടുപിടിക്കാൻ തോന്നിയില്ല. ഭയങ്കര ഫ്ലോയിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കയറി മുറിക്കാൻ വേണ്ടി കാണുന്നവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ് പടം കണ്ടത്. ഇപ്പോൾ ഈ പടം ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഇത് അങ്ങനത്തെ അങ്ങനത്തെ എത്രയും ഇപ്പോൾ AR പോലത്തെ ഒരു സിനിമയൊന്നുമല്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. ആ ഒരു ഫീൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇപ്പം എല്ലാ തിയേറ്ററിലൊന്നും ഈ പടം ഉണ്ടാവില്ല. മിക്ക തിയേറ്ററുകളിലും AR അല്ലെങ്കിൽ കിഷ്കിന്താകാന്ഡം ദേവരയൊക്കെ ആയിരിക്കും. അപ്പം AR 4 ഷോ ഉണ്ടെങ്കിൽ ഈ പടം 2 ഷോ ഉണ്ടാവും. അതും ടൈമൊന്നും ചിലപ്പോൾ കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തിയേറ്ററിൽ കാണാൻ പറ്റുന്ന സമയത്ത് ഈ പടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ പോയി കാണാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പം ബൈ.